ഹായ് ഹലോ, നമുക്കിന്നൊരു കൂർക്കുപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ചിരണ്ടി കഴുകി വൃത്തിയാക്കിയ കൂർക്കെടുക്കാം. അതിൻ്റെ കൂടെ പപ്പായയും ഒരു ചെറിയ പച്ചക്കായയും എടുക്കാം. പച്ചക്കായും പപ്പായയും ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. ഇവിടെ വീട്ടിലുണ്ടായപ്പോൾ എടുത്തുവെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് തൂമ്പിച്ചെടുക്കാനായിട്ടുള്ള ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എടുക്കാം. ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മുടെ കൂർക്കയും പപ്പായയും പച്ചക്കായും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മുടെ ഈ പച്ചക്കറിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. ഇനി ഇതെല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഇതേ മെത്തേഡിൽ കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. കുക്കറിൽ ചെയ്യുമ്പോൾ ഇത്ര വെള്ളം ഒഴിക്കണ്ട. വെജിറ്റബിൾസിൻ്റെ താഴെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. ഒപ്പം വെക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ തന്നെ വെന്ത് കിട്ടും. ഇനി ഞാനിത് അടുപ്പിലാണ് കേട്ടോ വെച്ച് വേവിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് വേവിച്ചാൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഉപ്പേരി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെന്ത് കിട്ടും. വേവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്ര ഉടയേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് വയ്ക്കാം. അതിനായി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നന്നായി ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ വറ്റൽമുളകും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതേ മെത്തേഡിൽ കൂർക്ക മാത്രം ഉപയോഗിച്ച് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാവുന്നതാണ്. ഇനി കൂർക്ക കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കൂ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പേരിയുടെ റെസിപ്പിയാണ്. ഇതൊരു തനി നാടൻ രീതിയിലാണ് കേട്ടോ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രീതിയിൽ ഉപ്പേരി ഉണ്ടാക്കുന്നവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്കും തരണേ. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ പറയാൻ മറക്കല്ലേ. നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇരിക്കുക. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.